അങ്ങനെ ഇപ്പോൾ ഗോസ്റ്റ് റൈഡർ വെസ് താനോസ് എന്ന വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമുക്ക് പോകാം. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇതിന് മുമ്പുള്ള പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാം. അങ്ങനെ ഇപ്പോൾ മാർക്കസ് സെൻറ്റോറി എന്ന പ്ലാനറ്റാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആ പ്ലാനറ്റിലെ ഒരു ബാറിൽ ഇരുന്നുകൊണ്ട് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗോസ്റ്റ് റൈഡറും പിന്നെ ബേബി താനോസും. ബേബി താനോസിന് കൊടുക്കാൻ പാൽ ഒരിടത്തും കിട്ടാത്തത് കൊണ്ടാണ് ഗോസ്റ്റ് റൈഡർ ഇപ്പോൾ കുടിക്കാൻ കള്ള് ബേബി താനോസിന് കൊടുത്തത്. അങ്ങനെ ഇപ്പോൾ അവിടെ കള്ള് കുടിച്ച് ബേബി താനോസിനോട് ഗോസ്റ്റ് റൈഡർ സംസാരിച്ചു കൊണ്ടിരിക്കെ, നിന്നെ ഞാൻ നിൻ്റെ പ്ലാനറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് നീ ഇനി ഒരിക്കലും ഭാവിയിൽ ഒരു സീരിയൽ കില്ലറായി മാറില്ലായിരിക്കുമെന്ന് തനിക്ക് തോന്നുന്നുവെന്ന് ഗോസ്റ്റ് റൈഡർ ബേബി താനോസിനോട് പറഞ്ഞതും, അന്നേരം തന്നെ ഈ സീരിയൽ കില്ലർ എന്ന് വെച്ചാൽ എന്താണെന്നും അതിനെപ്പറ്റി കൂടുതൽ പറയുവാനും ബേബി താനോസ് ഗോസ്റ്റ് റൈഡറിനോട് പറയുകയാണ്. അപ്പോൾ തന്നെ പറഞ്ഞതെല്ലാം അബദ്ധമായി പോയല്ലോ എന്നോർത്ത് ഗോസ്റ്റ് റൈഡർ ബേബി താനോസിനോട്, ഞാനിപ്പോൾ പറഞ്ഞതല്ല നീ വെറുതെ ആലോചിക്കാതെ ആ കയ്യിലുള്ള കള്ള് കുടിക്കാൻ ഗോസ്റ്റ് റൈഡർ ബേബി താനോസിനോട് പറയുകയാണ്. പക്ഷേ പെട്ടെന്ന് ആ ബാറിൻ്റെ മാനേജർ ഗോസ്റ്റ് റൈഡറിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഇവിടെ കുഞ്ഞു പിള്ളേർക്ക് മദ്യം കൊടുക്കാൻ ഞങ്ങളാരും അനുവദിക്കില്ല എന്നും മര്യാദയ്ക്ക് തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോകുവാൻ ആ ബാർ മാനേജർ ഗോസ്റ്റ് റൈഡറിനോട് പറയുകയാണ്. പക്ഷേ ഗോസ്റ്റ് റൈഡർ ആണെങ്കിൽ താനിവിടെ ഒരാളെ കാണുവാനാണ് വന്നിരിക്കുന്നതെന്നും അയാളിപ്പോൾ ഇവിടെ വരുമെന്നും അയാളെ കണ്ടിട്ട് താനിവിടുന്ന് പോയിക്കോളാമെന്നും പിന്നെ ഇവിടെ ഇരിക്കുന്ന ബേബി താനോസ് തൻ്റെ മകനൊന്നുമല്ല എന്നും പിന്നെ അവന് മദ്യം കുടിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്നും ബാർ മാനേജറിനോടും അയാളുടെ ആളുകളോടും ഗോസ്റ്റ് റൈഡർ പറഞ്ഞെങ്കിലും ആ ബാർ മാനേജറും അയാളുടെ ആളുകൾക്കും ഗോസ്റ്റ് റൈഡർ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവരെല്ലാവരും കൂടി ചേർന്ന് ഗോസ്റ്റ് റൈഡറിനെ അടിച്ച് ബാറിൽ നിന്ന് പുറത്താക്കാനൊക്കെ നോക്കും. അതിനിടയിൽ ഇതെല്ലാം കണ്ട് ദേഷ്യം വന്നിട്ട് ഒരു കുപ്പി പൊട്ടിച്ചിട്ട് ആ പൊട്ടിപ്പോയ കുപ്പിയുമായി നമ്മുടെ ബേബി താനോസ് ആ ബാർ മാനേജറിനെ കൊല്ലാനായി ചാടും. പക്ഷെ ഭാഗ്യത്തിന് നമ്മുടെ ഗോസ്റ്റ് റൈഡർ ബേബി താനോസിനെ തടയും. മാത്രമല്ല ബേബി താനോസിനോട് ഇവിടെയുള്ള ആളുകളെല്ലാം ഉടനെ ചാകുമെന്നും നമ്മൾ അവരെ വെറുതെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല എന്നും ഗോസ്റ്റ് റൈഡർ പറഞ്ഞത് കേട്ടിട്ട്, നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ഗോസ്റ്റ് റൈഡറിനോട് ആ ബാർ മാനേജർ ചോദിച്ചതും, അപ്പോൾ തന്നെ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഉടനെ മനസ്സിലാകുമെന്ന് ഗോസ്റ്റ് റൈഡർ ആ ബാർ മാനേജറിനോട് പറഞ്ഞു തീർന്നതും, പെട്ടെന്ന് എന്തോ വലിയ ശബ്ദം കേട്ട് ആ ബാറിലുള്ള ആളുകളെല്ലാം പുറത്തേക്ക് നോക്കി അവിടുത്തെ കാഴ്ച കണ്ട് അവരെല്ലാം ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ പ്ലാനറ്റിനെ കഴിക്കാനായി ഗലാക്ടസ് അവിടെ വന്നിരിക്കുകയാണ്. ഗലാക്ടസിനെ ഒന്ന് കാണുവാനാണ് ഗോസ്റ്റ് റൈഡർ അവിടെ വന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഗോസ്റ്റ് റൈഡർ ബേബി താനോസിനെയും എടുത്തുകൊണ്ട് ഗലാക്ടസിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, നിനക്കിപ്പോൾ തന്നെ ഓർമ്മയുണ്ടാകില്ല എന്നും കാരണം താൻ നിന്നെ പരിചയപ്പെടുന്നതും പിന്നെ നിൻ്റെ ഹെറാൾഡായി മാറി കോസ്മിക് ഗോസ്റ്റ് റൈഡറായി രൂപം മാറുന്നതൊക്കെ ഫ്യൂച്ചറിലാണെന്നും ഫ്യൂച്ചറിൽ നീ എന്നോട് ഈ പ്ലാനറ്റിനെ കഴിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നുവെന്നും ആ കഥ ഓർത്തിട്ടാണ് താൻ നിന്നെ കാണുവാനായി ഇവിടെ വന്നതെന്നും തനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും ഗോസ്റ്റ് റൈഡർ ഗലാക്ടസിനോട് പറഞ്ഞതും, ഗലാക്ടസ് ഗോസ്റ്റ് റൈഡർ പറഞ്ഞതൊന്നും വിശ്വസിക്കുന്നില്ല. തന്നെ തടയുവാനായി വന്ന ഒരാളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നാണ് ഗോസ്റ്റ് റൈഡറിനെ കണ്ടിട്ട് ഗലാക്ടസിന് തോന്നുന്നത്. മാത്രമല്ല ഇപ്പോൾ പെട്ടെന്ന് അവിടെ കുറേ സ്പേസ് ഷാർക്സ് എന്ന സ്രാവുകൾ വന്ന് ഗലാക്ടസിനെ അറ്റാക്ക് ചെയ്തതും ഗലാക്ടസ് അവറ്റകളെല്ലാം കൊന്നിട്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഗോസ്റ്റ് റൈഡറിനെയും തൻ്റെ കോസ്മിക് പവർ ഉപയോഗിച്ച് ഗലാക്ടസ് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആ കോസ്മിക് പവേഴ്സ് കൊണ്ടുള്ള അറ്റാക്ക് ഏറ്റ് ഗോസ്റ്റ് റൈഡറിന് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ തന്നെ ഗോസ്റ്റ് റൈഡറിൻ്റെ ദേഹത്തും കോസ്മിക് പവർ ഉണ്ടെന്ന് മനസ്സിലായ ഗലാക്ടസ്, നീ ശരിക്കും ആരാണെന്ന് ഗോസ്റ്റ് റൈഡറിനോട് ചോദിച്ചതും, അന്നേരം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ കേട്ടില്ല എന്ന് ഗലാക്ടസിനോട് കളിയാക്കി ചോദിച്ചിട്ട്, തൻ്റെ മൈൻഡ് റീഡ് ചെയ്ത് നീ നോക്കിയാൽ എല്ലാ കാര്യങ്ങളും നിനക്ക് മനസ്സിലാകുമെന്ന് ഗലാക്ടസിനോട് ഗോസ്റ്റ് റൈഡർ പറഞ്ഞതും, അപ്പോൾ തന്നെ ഗലാക്ടസ് ഗോസ്റ്റ് റൈഡറിൻ്റെ മൈൻഡ് റീഡ് ചെയ്ത് നോക്കിയിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ഗോസ്റ്റ് റൈഡറിനോട്, നീ എൻ്റെ ഹെറാൾഡായിട്ട് തൻ്റെ മരണത്തിന് ശേഷം തന്നെ കൊന്ന താനോസിൻ്റെ കൂടെ നീ ചേർന്നില്ല എന്നും അത് മോശമായി പോയെന്നും വളരെ സങ്കടത്തോടെ ഗലാക്ടസ് ഗോസ്റ്റ് റൈഡറിനോട് പറഞ്ഞതും, അപ്പോൾ തന്നെ തനിക്ക് താനോസിൻ്റെ കൂടെ ചേരാതെ വേറെ വഴിയില്ലായിരുന്നുവെന്നും താനോസ് ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ കഴുത്ത് മുറിച്ച് കൊല്ലാനായിരുന്നു ആദ്യമൊക്കെ തൻ്റെ പ്ലാനെന്നും പക്ഷെ പതുക്കെ താൻ അത് മറന്നുപോയെന്നും ഗലാക്ടസിനോട് ഗോസ്റ്റ് റൈഡർ പറയുകയാണ്. അന്നേരം തന്നെ, നീ ഇപ്പോൾ ബേബി താനോസിനെ തൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ബേബി താനോസിനെ തൻ്റെ കൈകൊണ്ട് കൊല്ലാനല്ലേ എന്ന് ഗോസ്റ്റ് റൈഡറിനോട് ഗലാക്ടസ് ചോദിച്ചതും, അപ്പോൾ തന്നെ അല്ല എന്നും തനിക്ക് ഈ ബേബി താനോസിനെ വളർത്തി നല്ലവനായ മിടുക്കനായ യൂണിവേഴ്സിനെ സ്നേഹിക്കുന്ന ഒരു താനോസാക്കി മാറ്റുവാൻ ആഗ്രഹമുണ്ടെന്നും താൻ ബേബി താനോസിനെ വളർത്തി നല്ലവനാക്കുവാൻ തീരുമാനിച്ചുവെന്നും അതിന് നിൻ്റെ കൂടെ സഹായം ചോദിക്കുവാനാണ് താൻ വന്നതെന്നും ഗോസ്റ്റ് റൈഡർ ഗലാക്ടസിനോട് പറയുകയാണ്. അപ്പോൾ തന്നെ ഗലാക്ടസ് അതൊന്നും ശരിയാകില്ല എന്നും താനോസിനെ വളർത്തി നന്നാക്കുവാൻ നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്നും മര്യാദയ്ക്ക് ബേബി താനോസിനെ തനിക്ക് തരുവാനും താൻ അവനെ കൊന്നോളാമെന്നും ഗലാക്ടസ് ഗോസ്റ്റ് റൈഡറിനോട് പറയുന്നുണ്ടെങ്കിലും ബേബി താനോസിനെ ഗലാക്ടസിന് കൊല്ലാനായി ഗോസ്റ്റ് റൈഡർ കൊടുക്കുന്നില്ല. മാത്രമല്ല ഇപ്പോൾ അവിടെ നമ്മുടെ വാച്ചർ വരികയാണ്. ഇപ്പോൾ വാച്ചറിനെ കണ്ടതും ഭയങ്കര സന്തോഷത്തിൽ ഗലാക്ടസിനോട് തനിക്ക് താനോസിനെ നല്ലവനായി വളർത്തുവാൻ സാധിക്കുമെന്നും കാരണം ഫ്യൂച്ചറിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുമ്പോഴാണ് വാച്ചർ പ്രത്യക്ഷപ്പെടുകയുള്ളെന്നും അതിനർത്ഥം ഫ്യൂച്ചറിൽ താനോസ് നല്ലവനാകുമെന്നാണെന്ന് ഗോസ്റ്റ് റൈഡർ ഗലാക്ടസിനോട് പറഞ്ഞതും, അപ്പോൾ തന്നെ ഗോസ്റ്റ് റൈഡറിനോട്, നീ പറഞ്ഞതെല്ലാം തെറ്റാണെന്നും നിനക്ക് ഒരിക്കലും താനോസിനെ വളർത്തി നന്നാക്കുവാൻ സാധിക്കില്ല എന്ന്
വാച്ചർ പറയുകയാണ്. അന്നേരം തന്നെ നീ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഗോസ്റ്റ് റൈഡർ വാച്ചറിനോട് ചോദിച്ചതും ഈ യൂണിവേഴ്സിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തെറ്റായ തീരുമാനമെടുക്കാനായി പോകുന്ന നിന്നെ നേരിൽ കാണുവാനും ആ തീരുമാനത്തിൻ്റെ ഫലമായി നിനക്കുണ്ടാകാൻ പോകുന്ന വലിയ അപകടങ്ങൾ നേരിട്ട് കാണുവാനുമാണ് താനിവിടെ വന്നതെന്ന് വാച്ചർ ഗോസ്റ്റ് റൈഡറിനോട് പറയുകയാണ്. അപ്പോൾ തന്നെ ഗോസ്റ്റ് റൈഡർ ഭയങ്കര ദേഷ്യത്തിൽ താൻ ഈ ബേബി താനോസിൻ്റെ തൻ്റെ മകനായി വളർത്തി നല്ലവനാക്കി നിനക്കൊക്കെ കാണിച്ചു തരാമെന്ന് ഗലാക്ടോസിനോടും വാച്ചറിനോടും പറഞ്ഞതും അപ്പോൾ തന്നെ വാച്ചർ നീ ഇപ്പോൾ എടുത്ത ഈ ഒരു തീരുമാനം കാരണം പണിഷർ താനോസിനെ സ്വന്തം മകനായി വളർത്തിയെന്ന പേരിൽ ഒരു പുതിയ ടൈം ലൈൻ രൂപം കൊണ്ടുവന്ന് വാച്ചർ ഗോസ്റ്റ് റൈഡറിനോട് പറയുകയാണ്. അന്നേരം തന്നെ അതിനിപ്പോൾ എന്താണ് കുഴപ്പമെന്ന് ഗോസ്റ്റ് റൈഡർ വാച്ചറിനോട് ചോദിച്ചതും നീ നേരിട്ട് തന്നെ കണ്ടോളാൻ വാച്ചർ ഗോസ്റ്റ് റൈഡറിനോട് പറഞ്ഞു തീർന്നതും പെട്ടെന്ന് അവിടെ പുതിയ ചില ആളുകൾ അടങ്ങുന്ന ഗാർഡിയൻസ് ഓഫ് ഗാലക്സി എന്ന ടീം ഇപ്പോൾ ഗോസ്റ്റ് റൈഡറിനെ അറ്റാക്ക് ചെയ്യുവാൻ അവിടെ വരികയാണ്.